ഇന്നത്തെ ഷോപ്പിലെ വിശേഷം ഈ ഒരു ഡ്രസ്സിൻ്റെ ഡിസ്പാച്ചിങ് ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ നിന്നതാണ്. പക്ഷേ കസ്റ്റമർ നമുക്ക് അവരുടെ ഈ ഒരു പ്ലീറ്റർ പാനൽ നെക്കിൽ അവർക്ക് ഡിസൈനിങ് കൊടുക്കണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നലെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാൾക്ക് രണ്ട് ട്വിന്നിങ് ബേബീസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒരാളുടെ ഡിസൈനിങ് ഇതുപോലെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ബാക്കിൽ വെക്കാനുള്ള ബോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെയർ ക്ലിപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വെക്കാനുള്ള ബോയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഒരുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു ലേസ് ഡീറ്റെയിലിങ് സ്റ്റോൺ വരുന്ന ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ബേബിയുടെ ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഇതാ ഇതുപോലത്തെ ഡിസൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നെക്കിൽ രണ്ടാൾക്കും ഒരേ ഡിസൈനിങ് തന്നെ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റോണ് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാനുള്ള അത്ര സ്റ്റോൺ നമ്മുടെ അടുത്ത് തികയാത്തതുകൊണ്ട് നമ്മൾ രണ്ടാൾക്കും ഇതുപോലെ രണ്ട് ഡിസൈനാക്കി കൊടുത്തു. അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തത്. ഓരോ വർക്കും ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ് വർക്ക് വരുന്ന മുമ്പേ അവർക്ക് വല്ല സജഷൻസും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമറുടെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാ ഇതുപോലത്തെ പാക്കിംഗ് കവറിൽ ഇട്ടിട്ട് നമ്മളുടെ താങ്ക് യു കാർഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് പാക്ക് ചെയ്തെടുക്കാം. നമ്മൾ എത്ര വൃത്തിയിൽ പാക്ക് ചെയ്താലും കൊറിയർ ഓഫീസിൽ ചെന്നാൽ നമ്മളുടെ പാക്കിങ്ങൊക്കെ അൽക്കുൽക്കാവും കേട്ടോ. കാരണം നമ്മൾ എത്ര വൃത്തിക്ക് ചെയ്താലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതേ ഫിനിഷിങ്ങൊന്നും ഉണ്ടാവില്ല പാക്കിങ്ങിൽ. ഇനി നമുക്കിതാ ഈ ഒരു കൊറിയറിൻ്റെ ഈ ഒരു കവറും കൂടെ ആക്കിയിട്ടെടുക്കാം. രണ്ടും ഒരേ അഡ്രസ്സ് തന്നെയാണ്, ടിൻസ് ആയതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെയാണല്ലോ. നമ്മൾ ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളത് പ്രിൻറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഹാമ്പർ കോർണർ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കോണ്ടാക്റ്റിൽ പോയിട്ട് ചോദിച്ചിട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ വേണ്ട മോഡലിലും അവർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടു അഡ്രസ്സ് മാത്രം എഴുതിയാൽ മതി. ഫ്രം അഡ്രസ്സിൽ എൻ്റെ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു പേരും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോസ്റ്റ് വഴിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ പോരാ. പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മളുടേതും ഫ്രമും ടൂവും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം.